തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ ദൃശ്യങ്ങൾ ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കുകയാണ്. കാറിലെത്തിയ സംഘം സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൻ്റെ മാനേജരെ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയത്. എന്തായിരിക്കും ആ സംഭവത്തിന് പിന്നിൽ കൂടി അറിയണം. ഒരവിഹിത ബന്ധത്തിൻ്റെ പകയിലാണ് കാമുകിയുടെ ഭർത്താവും സഹോദരനും ചേർന്ന് മാനേജർ ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയത്. കേസിൽ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിലെ ജീവനക്കാരിയുമായി ഗിരീഷ് പ്രണയത്തിലായിരുന്നുവെന്നും ഇതിലുള്ള പ്രതികാരമാണ് സംഭവത്തിന് പിന്നിലെന്നും പോലീസ് പറയുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ഗിരീഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കേടായ ബൈക്ക് ഓഫീസിലെ സഹപ്രവർത്തകന്റെ സഹായത്തോടെ ശരിയാക്കി സ്റ്റാർട്ട് ചെയ്ത് കയറാൻ തുടങ്ങിയപ്പോഴാണ് പ്രതികളെത്തിയത്. അമിതവേഗത്തിൽ പാഞ്ഞെത്തിയ കാർ ബൈക്കിന് മുമ്പിൽ നിർത്തി വഴി തടസ്സപ്പെടുത്തി. തുടർന്ന് കാറിൽ നിന്ന് മാരകായുധങ്ങളുമായി ഇറങ്ങിയ 5 പേരും തൊട്ടുപിന്നാലെ 2 ബൈക്കുകളിലായി എത്തിയ 2 പേരും ചേർന്ന് ഗിരീഷിനെ വളയുകയും സഹപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. നാട്ടുകാർ നോക്കി നിൽക്കെ ഗിരീഷിനെ അക്രമി സംഘം ബലമായി കാറിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. അതിവേഗം കാട്ടാക്കട ഭാഗത്തേക്ക് പോയ കാറിന് പിന്നാലെ അക്രമികൾ വന്ന ബൈക്കുകളും പാഞ്ഞു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന സഹപ്രവർത്തകൻ വിവരമറിയിച്ചതിനെ തുടർന്നാണ് കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചത്. മണിക്കൂറുകൾക്കകം അതേ സ്ഥലത്ത് തന്നെ ഗിരീഷിനെ കാറിൽ കൊണ്ടുവന്ന് വിട്ടു. ആദ്യഘട്ടത്തിൽ സംഭവത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലായിരുന്നെങ്കിലും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലെത്തിയത്. മറ്റൊരു ബ്രാഞ്ചിലെ ജീവനക്കാരിയുമായി ഗിരീഷ് അടുപ്പത്തിലായിരുന്നു. ഇതിലുള്ള പക മൂലം യുവതിയുടെ ഭർത്താവിന്റെ നേതൃത്വത്തിലാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇയാളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയാണ് സംഘം ചെയ്തത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ വിളപ്പിൽശാല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇറായങ്കോട് പള്ളിക്ക് സമീപത്ത് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഘത്തിലുൾപ്പെട്ട മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.